സ്വർഗീയനാദം ശ്രവിക്കുന്ന എല്ലാ മാന്യ സ്നേഹിതർക്കും പ്രഭാത വന്ദനങ്ങൾ അറിയിക്കുന്നു. ഈ പുതിയ ദിവസം കാണുവാൻ ദൈവം നമ്മുടെ ആയുസ്സിനെ ദീർഘമാക്കി തന്നതിനായി ദൈവത്തിന് നന്ദി പറയാം. ഇന്നത്തെ ദിവസം ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഏതൊരു വാർത്താ മാധ്യമം നാം തുറന്നു നോക്കിയാലും അതിലെല്ലാം കാണാൻ സാധിക്കുന്ന പ്രധാനപ്പെട്ട വാർത്തകളെല്ലാം തന്നെ കൊലപാതകങ്ങളെ സംബന്ധിച്ചോ മോഷണങ്ങളെ സംബന്ധിച്ചോ അതുപോലെയുള്ള ഭയാനകമായ ഭീകരങ്ങളായ കാര്യങ്ങളെ സംബന്ധിച്ചുള്ളതാണ്. വാസ്തവത്തിൽ ഇതെല്ലാം തന്നെ മനുഷ്യരിലെ പകയുടെയും വിദ്വേഷത്തിൻ്റെയും വെറുപ്പിൻ്റെയും പരിണതഫലങ്ങളാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അടുത്ത സമയത്ത് യൗവനക്കാരിൽ കാണുന്ന ഒരു സ്വഭാവ വ്യതിയാനം ശ്രദ്ധേയമാണ്. പല കൊലപാതകങ്ങൾ തന്നെ വളരെ ചുരുങ്ങിയ ഇടവേളയ്ക്കുള്ളിൽ നടത്തിയ അനേക യൗവനക്കാരെ നാം ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ കാണുകയുണ്ടായി. തൻ്റെ കുടുംബത്തിലെ 6ഓളം പേരെ ഏതാണ്ട് 2 മണിക്കൂറിനുള്ളിൽ കൊല ചെയ്ത ഒരു യൗവനക്കാരന് യാതൊരു മനസ്താപവുമില്ലാത്ത, യാതൊരു ചാഞ്ചല്യവുമില്ലാത്ത കഠിനഹൃദയനാണെന്നുള്ള സത്യം ലോകം അറിയുമ്പോൾ വാസ്തവത്തിൽ അറിയുന്നവർ ഞെട്ടുകയാണ്. കുറെ നാളുകൾക്ക് മുൻപ് അതിക്രൂരമായ നിലയിൽ ഒരു കൊലപാതകം ചെയ്ത ഒരു ചെറുപ്പക്കാരി യാതൊരു ചാഞ്ചല്യവുമില്ലാതെ താൻ ഏതാനും ചില നാളുകളുടെ ശിക്ഷ കഴിഞ്ഞ് വീണ്ടും ഇറങ്ങി വന്ന് പഴയതുപോലെ ജീവിക്കും എന്ന് മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് മറുപടിയായി പറഞ്ഞത് നാം കാണുകയുണ്ടായി. വാസ്തവത്തിൽ കൊലപാതകങ്ങളോ മോഷണങ്ങളോ മറ്റ് അക്രമ പ്രവർത്തനങ്ങളോ ഒന്നും തന്നെ ഇന്നൊരു വാർത്തയെ അല്ലാതെ ആയിരിക്കുന്നു. ദൈവവചനം അനുസരിച്ചാണെങ്കിൽ കൊലപാതകങ്ങൾക്ക് മനുഷ്യന്റെ ചരിത്രത്തോളം തന്നെ ദൈർഘ്യമുണ്ട്. ആദ്യ മനുഷ്യരായ ആദമിൻ്റെയും ഹവ്വയുടെയും മക്കളായിരുന്ന കയീനെയും ഹാബേലിനെയും നോക്കുക. കയീൻ ഹാബേലിനെ കൊന്നുകളഞ്ഞു. അവിടെ മുതൽ ഇങ്ങോട്ട് മാനവ ചരിത്രത്തിൽ കൊലപാതകങ്ങളുടെ പട്ടിക ആരംഭിക്കുകയാണ്. ആദാം മുതൽ 7ാമത്തെ തലമുറയിലുള്ള തൂബൽ കയീൻ എന്ന് പറയുന്ന വ്യക്തിയെ നോക്കുക. ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായം 22-ാം വാക്യത്തിൽ വായിക്കുന്നത്, അദ്ദേഹം ചെമ്പുകൊണ്ടും ഇരുമ്പുകൊണ്ടുമുള്ള ആയുധങ്ങളെ തീർക്കുന്നവനായി തീർന്നു എന്നാണ് എഴുതിയിരിക്കുന്നത്. അതുകൊണ്ട് മനുഷ്യ ചരിത്രത്തിന്റെ ആരംഭം മുതൽ തന്നെ ആയുധങ്ങൾ ഉണ്ടാക്കുകയും ആ ആയുധങ്ങൾ ഉപയോഗിച്ച് കൊലപാതകം നടത്തുകയും ചെയ്യുന്ന ഒരു ഭയാനകമായ രീതി മനുഷ്യ ചരിത്രത്തോടൊപ്പം തന്നെ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായത്തിലേക്ക് നാം വരുമ്പോൾ അവിടെ കാണാൻ സാധിക്കുന്നത് മനുഷ്യ ചരിത്രത്തിന്റെ ആരംഭ നാളുകളിൽ തന്നെ മനുഷ്യന്റെ വഷളത്വം കൊണ്ട് നാശത്തിലേക്ക് നീങ്ങിപ്പോയ മനുഷ്യ ജനതയാണ്. അതുകൊണ്ടാണ് നോഹയുടെ കാലത്ത് അതിഭയങ്കരമായ ഒരു ജലപ്രളയം ദൈവം വരുത്തുന്നതിന് ഇടയായിത്തീർന്നത്. ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായത്തിൽ നാം വായിക്കുന്നത്, മനുഷ്യർ ഭൂമിയിൽ പെരുകി തുടങ്ങിയപ്പോൾ അവർ അതിഭയാനകമായ കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നവരായി തീർന്നു എന്നുള്ളതാണ്. പാപപ്രവൃത്തികൾ കൊണ്ട് ലോകം മുഴുവൻ വഷളായി തീർന്നു. ദൈവം ജലപ്രളയത്തിലൂടെ ലോകത്തെ നശിപ്പിക്കുവാൻ ഇടയായതിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങൾ ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്. ഒന്നാമത്, അക്കാലത്ത് പുരുഷന്മാർ തങ്ങൾക്ക് ബോധിച്ച ഏവരെയും ഭാര്യമാരായി എടുത്തു. രണ്ടാമത്തെ കാര്യം, ഭൂമിയിൽ മല്ലന്മാർ അക്കാലത്ത് പെരുകി തുടങ്ങി. മൂന്നാമത്, മനുഷ്യന്റെ ദുഷ്ടത വലിയതായും അവന്റെ ഹൃദയവിചാരങ്ങളുടെ നിരൂപണങ്ങളൊക്കെയും എല്ലായ്പ്പോഴും ദോഷമുള്ളതായും തീർന്നു. ഇങ്ങനെയുള്ള പ്രധാനപ്പെട്ട കാരണങ്ങൾ കൊണ്ടാണ് വലിയവനായ ദൈവം നോഹയുടെ കാലത്ത് അതിഭയാനകമായ ജലപ്രളയത്തിലൂടെ സകല മനുഷ്യരെയും നശിപ്പിച്ചു കളഞ്ഞത്. എന്നാൽ നീതിമാനായിരുന്ന നോഹയ്ക്ക് ദൈവത്തിന്റെ കൃപ ലഭിച്ചു. നോഹയും തന്റെ ഭാര്യയും 3 ആൺമക്കളും അവരുടെ ഭാര്യമാരും, അങ്ങനെ 8 പേർ ജലപ്രളയത്തിൽ നിന്ന് രക്ഷപ്രാപിച്ചു. ദൈവകൽപ്പന പ്രകാരം ഒരു വലിയ പെട്ടകം അവർ നിർമ്മിച്ചു. ആ പെട്ടകത്തിലൂടെ ആ 8 പേർ രക്ഷപ്രാപിച്ചു. ഒരു വലിയ സത്യത്തിലേക്ക് ഇത് വിരൽ ചൂണ്ടുന്നു. കർത്താവായ യേശുക്രിസ്തു ആകുന്ന ഒരു വലിയ പെട്ടകം മനുഷ്യരുടെ രക്ഷയ്ക്ക് വേണ്ടി ദൈവം ഒരുക്കിയിരിക്കുന്നു. ആ കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഏതൊരു വ്യക്തിക്കും ആത്മരക്ഷ ലഭിക്കുന്നു. വരുവാനിരിക്കുന്ന വലിയ ദൈവകോപത്തിൽ നിന്ന് ഒഴിവുള്ളവരായി തീരുവാൻ ഈ ഒരു രക്ഷാമാർഗം മാത്രമേ ദൈവം അനുവദിച്ചിട്ടുള്ളൂ. പാപത്തിന്റെ ശമ്പളം മരണമത്രേ എന്നാണ് നാം വായിക്കുന്നത്. എന്നാൽ ആ നിത്യമായ മരണത്തിൽ നിന്ന് രക്ഷ പ്രാപിക്കുവാനുള്ള ഏക വഴി കർത്താവായ യേശുക്രിസ്തു മാത്രമാണ്. യേശുക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കുന്ന ഒരു വ്യക്തിക്ക് നിത്യത മുഴുവൻ കർത്താവിനോട് കൂടെ വാസം ചെയ്യുവാൻ സാധിക്കുന്നു. അല്ലാത്തവർ നിത്യമായ നരകാഗ്നിയിലേക്ക് തള്ളപ്പെടുന്നു. ഈ സ്വർഗീയനാദം കേൾക്കുമ്പോൾ താങ്കളുടെ നിത്യത താങ്കൾ എവിടെ കഴിക്കും എന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കുവാനും കൃത്യമായ തീരുമാനമെടുക്കുവാനും ദൈവം താങ്കളെ സഹായിക്കട്ടെ. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ആമേൻ. പ്രത്യാശയുടെ പുത്തൻ പ്രഭാതത്തിൽ സ്വർഗപിതാവിന്റെ ഇമ്പസ്വരവുമായി സ്വർഗീയനാദം, ദ ഹെവൻലി വോയ്സ്.